പേരാവൂരിലെ പാരിഷ് ഹാളിൽ നടന്ന കർഷക സംഗമത്തിൽ ഹൃദയഭേദക രംഗങ്ങൾ അരങ്ങേറി. കർഷക സമൂഹത്തിൽ നിന്നും രാഹുൽ ഗാന്ധിയോട് സംവദിക്കാൻ ആദ്യം എഴുന്നേറ്റത് ചെറുപുഴ ഇടവരമ്പിലെ ലൈസമ്മയായിരുന്നു. കർഷകനായ ഭർത്താവ് അമ്പാട്ട് ഏലിയാസ് ആത്മഹത്യ ചെയ്തിട്ട് അധിക നാളായിട്ടില്ലെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ലൈസമ്മയുടെ കണ്ണീർ നിറഞ്ഞ അപേക്ഷ. മികച്ച കർഷകനായുള്ള അവാർഡ് നേടിയ ഏലിയാസ് പതിറ്റാണ്ടുകളായി പച്ചക്കറി കൃഷി നടത്തി വരികയായിരുന്നു. എന്നാൽ കാർഷിക കടബാധ്യത, വിളനാശം, കാലാവസ്ഥാ വ്യതിയാനം, വിപണിയിലെ വിലയിടിവ് എന്നിവയാണ് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നയിച്ചതെന്ന് നിവേദനത്തിൽ വ്യക്തമാക്കുന്നു. ഏലിയാസിന് 45 ലക്ഷം രൂപയ്ക്ക് മുകളിൽ കടബാധ്യതയുണ്ടെന്നും ഇതിൽ ഭൂരിഭാഗവും ബാങ്കുകളിലേതാണെന്നും ലൈസമ്മ പറഞ്ഞു. കടം എഴുതിത്തള്ളാൻ അടിയന്തര ഇടപെടൽ വേണമെന്നാവശ്യപ്പെട്ടാണ് രാഹുൽ ഗാന്ധിക്ക് നിവേദനം സമർപ്പിച്ചത്. കർഷക ആത്മഹത്യയ്ക്ക് 12 ദിവസം കഴിഞ്ഞിട്ടും ബന്ധപ്പെട്ട വകുപ്പുകളിൽ നിന്നും കാര്യമായ നടപടിയില്ലെന്ന സാഹചര്യത്തിലാണ് ലൈസമ്മ പേരാവൂരിലെത്തിയത്. വിഷയത്തിൽ ബന്ധപ്പെട്ടവരുമായി സംസാരിച്ച് പരിഹാരം കാണാൻ ശ്രമിക്കാമെന്ന് രാഹുൽ ഗാന്ധി ഉറപ്പു നൽകി. ഈ വേദിയിലേക്ക് കടന്നു വന്നിട്ടുള്ളത് അവർക്ക് സംസാരിക്കാൻ കഴിയില്ല എന്ന് അറിയിച്ചിട്ടുണ്ടെന്നാലും രാഹുൽ ഗാന്ധിക്ക് ഒരു നിവേദനം അവർ കയ്യിൽ കരുതിയിട്ടുണ്ട്. ഒരു വാക്ക് അവർ പറയും. എന്റെ പേര് ലൈസമ്മ ഏലിയാസ്. എനിക്ക് പറയാനുള്ളത് പേപ്പറിലാക്കിയിട്ടുണ്ട്, അത് അങ്ങോട്ട് കൊടുക്കുന്നു. എനിക്ക് പറയാനുള്ളത് ഒരു പേപ്പറിലാക്കിയിട്ടുണ്ട്, അത് അങ്ങോട്ട് കൊടുക്കുന്നു. വീട്ടമ്മയുടെ പ്രിയ ഭർത്താവ് കാർഷിക കടബാധ്യത കൊണ്ട് ആഴ്ചകൾക്ക് മുൻപ് ജീവിതം അവസാനിപ്പിച്ച ദൗർഭാഗ്യകരമായ സംഭവം വിവരിക്കാൻ അവർക്ക് വാക്കുകളില്ല. അവരത് എഴുതി രാഹുൽജിക്ക് നൽകിയിട്ടുണ്ട്. നമുക്കറിയാം, ഈ കഴിഞ്ഞ ആഴ്ചയിൽ ചെറുപുഴയിലുണ്ടായ ദാരുണമായ സംഭവത്തിലാണ് കാർഷിക അവാർഡ് ലഭിച്ചൊരു വ്യക്തിയാണ്. അവാർഡ് ലഭിച്ചിട്ടും അദ്ദേഹത്തിന്റെ ആനുകൂല്യങ്ങൾ ലഭിച്ചിരുന്നില്ല. സബ്സിഡിയും മറ്റ് ആനുകൂല്യങ്ങളും കിട്ടിയില്ല. കടബാധ്യതകൾ മൂലം അദ്ദേഹം ജീവിതം അവസാനിപ്പിക്കുന്ന ദൗർഭാഗ്യകരമായ അനുഭവം നമ്മൾ ഓർമ്മിക്കുന്നു. ആ വേദനയാണ് രാഹുൽജിയെ ആ വീട്ടമ്മ അറിയിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, പച്ചക്കറി ഉൾപ്പെടെയുള്ള വിവിധ കൃഷികൾ നടത്തിയിരുന്ന അദ്ദേഹത്തിന്റെ ഭർത്താവിന് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ when they started cultivating banana, the price was 55 rupees per kilo. By the time it was ripe, the price fell down to just 23 rupees. It fell down to just 23 rupees. By a single crop, he was facing lakhs of debt. He was in a debt trap. He could not live it up. He suicide using pesticides. That is her sad story. ഒരു കർഷകന്റെ വേദനയാണ് ഇവിടെ. യെസ്. മലയോര മേഖലയിൽ ചെറുപുഴയുടെ മണ്ണിൽ പ്രിന്റിംഗ് മികവുമായി നിറസാന്നിധ്യമായി 8ാം വർഷത്തിലേക്ക് സിനായി പ്രിന്റേഴ്സ് ആൻഡ് സ്റ്റേഷനറി. ഓഫ്സെറ്റ് പ്രിന്റിംഗ്, ഡിജിറ്റൽ പ്രിന്റിംഗ്, ബാനർ പ്രിന്റിംഗ് എന്നീ പ്രിന്റിംഗ് മേഖലയിൽ കാലത്തിനൊത്ത അപ്ഡേറ്റുമായി ഏറ്റവും നൂതന മെഷീനറീസുമായി തേരോട്ടം തുടരുന്നു. സിനായി പ്രിന്റേഴ്സ് ID കാർഡ്, വെഡ്ഡിംഗ് കാർഡ്, മഗ് പ്രിന്റിംഗ്, ഫോട്ടോ ഫ്രെയിം എന്നിവ നിങ്ങളുടെ കൈകളിലേക്ക് കാലതാമസം കൂടാതെ സിനായി പ്രിന്റേഴ്സ് ഒരുക്കുന്നു. പ്രിന്റിംഗ് ടെക്നോളജിയിൽ ഡിപ്ലോമ കരസ്ഥമാക്കിയ ഒരു കൂട്ടം ചെറുപ്പക്കാർ എന്നും ഒരു മുതൽക്കൂട്ടായി സിനായി പ്രിന്റേഴ്സിനൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്നു. നാളിതുവരെ തന്ന സ്നേഹത്തിനും സഹകരണത്തിനും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി.